അപ്പൊ നമ്മുടെ രാജ്ബി ഷെട്ടി അതുപോലെ തന്നെ അപർണ ബാലമുരളി പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന ഒരു പടമാണ് രുതിരം എന്ന് പറഞ്ഞ പടം. ഈ പടത്തിനെ കുറിച്ച് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് തോന്നിയാൽ ഒരു ഗംഭീര പടം തന്നെയായിട്ട് ഫീൽ ചെയ്തു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡയറക്ഷനും അതുപോലെ ഇതിന്റെ റൈറ്റിങ്ങും ഭയങ്കര ഗംഭീരമായിരുന്നു. ഇതിന്റെ ഡയറക്ടറും റൈറ്ററും ഒരാളാണ് ജിഷോ ലോൺ ആന്റണി എന്ന് പറഞ്ഞ പുള്ളി. ഭയങ്കര ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് പടത്തിനെ കുറിച്ച് പറയാം. ഇപ്പം പെർഫോമൻസിന്റെ കാര്യത്തിൽ രാജ്ബി ഷെട്ടി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. ഇവര് തന്നെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ ഇതിൽ. വേറെ അങ്ങനെ ഇങ്ങനെ വലിയ കഥാപാത്രങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പടത്തിന്റെ ഒരു പോക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു സൈക്കോ ത്രില്ലർ മൂവി എന്നൊരു ഫീല് കിട്ടും. നമ്മൾ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു സ്ലോ പേസിലാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നടക്കണേന്ന് നമുക്കറിയാത്ത രീതിയിൽ അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് പടം കുറച്ചുകൂടി ഒന്ന് ഹൈ ആയിട്ട് വന്നത്. ആ സമയത്ത് അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് ഭയങ്കര പീക്ക് ലെവലിലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടിയുടെ ഓരോ ഇമോഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടതാണ്, ഒരുപാട് ക്വാളിറ്റി ഫ്രെയിംസ് ഈ പടത്തിലുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ക്വാളിറ്റി ഫ്രെയിംസ് ആണ് ഓരോ സമയത്ത് ഇവര് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതിലൊരു ഡോഗ് ഉണ്ട്. ആ ഡോഗിന്റെ പെർഫോമൻസ് ആണ് അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു എലിയുണ്ട്. ആ എലി CJ ആണോ ട്രെയിൻഡ് എലിയാണോ എന്ന് അറിയില്ല. ആ എലി ആണെങ്കിൽ ഈ സിനിമയിൽ ഒരു രസം ഉണ്ടായിരുന്നു. ആ എലിയുടെ ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. മിക്ക സിനിമകളിൽ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി അങ്ങോട്ട് റബ്ബർ ബാൻഡ് കണക്കിനൊക്കെ കാണിക്കും. ഇതിലങ്ങനെയല്ല. ഒരു 3, 4, 5 ഷോട്ടേ ഉള്ളൂ ബാക്ക് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് പടം ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കൊരു സൈക്കോ ത്രില്ലർ മൂവി ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഒരു സ്ലോ പേസിലാണ് പോണത്. അതുകൊണ്ട് ചിലപ്പം എല്ലാവരും അതൊരു ലാഗായിട്ട് പറഞ്ഞേക്കാം. പക്ഷെ ഈ സിനിമ അങ്ങനെയാണ് പോകേണ്ടത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഒരുപാട് സിനിമ കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഭാഗം എത്തിയപ്പോൾ എനിക്ക് ഏതാണ്ട് ഇതായിരിക്കും സ്റ്റോറി എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ ഒരു പടമായിട്ടാണ് എനിക്ക് ഈ പടം പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എങ്ങനെ ഉണ്ടായിരുന്നു.